മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് സ്വാത്മാനന്ദ പ്രബോധകഃ. ഹരി 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 ഓം തസ്. ജയ ഗുരു ജയ ഗുരു ജയ ഗുരു. നോക്കൂ, നമ്മുടെ ഭാരത പഞ്ചാംഗത്തിൽ ഏറ്റവും പവിത്രവും അനുഗ്രഹകരവുമായ ഒരു ദിവസമാണ് ഗുരുപൂർണിമ. എന്നാ അതിൻ്റെ പിന്നിൽ കിടന്ന് കളിക്കുന്നത്? അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ച ഏത് കുട്ടിയും ഈ ലോകത്തിൽ പഠിക്കുന്നത് മറ്റുള്ളവരെ കണ്ടും കേട്ടുമാണ്. പെറ്റ കുട്ടിയോട് അമ്മ സംസാരിക്കാതെ ഇരുന്ന് നോക്കട്ടെ, ആ കുട്ടി സംസാരിക്കുകയില്ല. അപ്പോൾ മറ്റുള്ളവരെ കണ്ടും കേട്ടുമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അറിവ് എന്ന് പറയുന്ന ഒരു ഘടകം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ ആ അറിവ് നമുക്ക് പകർന്നു തരാനായിട്ട് ഗുരുജനങ്ങൾ ആവശ്യമാണ്. അപ്പം മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത് അറിവും ആ അറിവ് പ്രദാനം ചെയ്യുന്ന ഗുരുക്കളുമാണ്. അതുകൊണ്ടാണ് ഗുരുദിനം എന്ന് പറഞ്ഞൊരു ദിനം നമ്മൾ കൊണ്ടാടുന്നത്. ആ ഗുരു സാധാരണ നമ്മൾ വിചാരിക്കും അധ്യാപകന്മാരാണ് സ്കൂളിലും കോളേജിലുമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നവർ. അവർ നമ്മളെ പഠിപ്പിക്കുന്നത് കാണുന്ന ഈ ലോകത്തിലെ വസ്തുക്കളെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. കാണുന്നത്, കേൾക്കുന്നത്, മണക്കുന്നത്, രുചിക്കുന്നത്, തൊട്ടറിയുന്നത്. പക്ഷെ ഈ വസ്തുക്കൾ എല്ലാം തന്നെ ജഡങ്ങളാണ്. അതിന് ചേതനയില്ല. അതിലൊരൊറ്റെണ്ണത്തിന് സന്തോഷമോ സൗഖ്യമോ രചിക്കാൻ സാധിക്കില്ല, ജഡമായതുകൊണ്ട്. നമ്മൾ ആവശ്യപ്പെടുന്നത് സന്തോഷവും സാഫല്യവും സംതൃപ്തിയുമാണ്. അതെവിടുന്നാണ് ഉണ്ടാവുക? ഭൂമിയിൽ നിന്നുണ്ടാവില്ല, വെള്ളത്തിൽ നിന്നുണ്ടാവില്ല, കാറ്റിൽ നിന്നുണ്ടാവില്ല, അഗ്നിയിൽ നിന്നുണ്ടാവില്ല, ആകാശത്തിൽ നിന്നും കിട്ടില്ല. അപ്പോൾ പിന്നെ എവിടുന്നാണ് കിട്ടുക? നമ്മുടെ ഉള്ളിൽ നിന്നേ കിട്ടുള്ളൂ. ആ ഉള്ളിലേക്കുള്ള പോക്കിനെ ദൃഢീകരിക്കുന്നതാണ് ഈ സന്യാസം. സന്യാസ വസ്ത്രം നമ്മൾ ഒരിക്കൽ ധരിച്ചാൽ പിന്നെ അത് ഉപേക്ഷിക്കാറില്ല. അപ്പോൾ സന്യാസം ധരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ അധ്യാത്മമാർഗത്തിലാണ് സഞ്ചരിക്കുന്നത്, എനിക്ക് ഈശ്വരൻ മാത്രമേ ആശ്രയമുള്ളൂ. ഈശ്വരൻ രചിച്ച് നിലനിർത്തുന്നതാണ് ഈ ലോകം. ആ ലോകത്തിൽപ്പെട്ട ഒരു ജീവിയാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ സൗഭാഗ്യങ്ങൾ മുഴുവൻ പരമേശ്വരൻ്റെ ഹസ്തങ്ങളിലാണ് എന്ന് പൂർണ്ണമായിട്ടൊരു വിശ്വാസം ഉണ്ടായി. ആ വിശ്വാസത്തെ പ്രതിദിനം ദൃഢപ്പെടുത്തി തരുന്നതാണ് ഈ സന്യാസം എന്ന് പറയുന്ന നിഷ്ഠ. സന്യാസത്തിൽ ഒരു സന്യാസി ചെയ്യേണ്ടത് ജ്ഞാനനിഷ്ഠയാണ്. ഒരു സന്യാസി പൂജിച്ചാൽ അത് വെറും പ്രഹസനമാണ്, അത് ശരിയാവില്ല, നന്നാവില്ല. ഒരു പൂജയും നടത്തരുത്, അനാവശ്യമായിട്ട് ഒരു അഗ്നികർമ്മവും ചെയ്യരുത്. ഒന്നിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആവശ്യം മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ധ്യാനിച്ചും തത്വവിചാരം ചെയ്തും സത്യത്തെ മനസ്സിലാക്കുന്നതാണ് നമുക്ക് ആവശ്യം. മനസ്സിന് പവിത്രത വേണം, ബുദ്ധിക്ക് സൂക്ഷ്മതയും വിശാലതയും വേണം. ഇത് രണ്ടും ഉണ്ടാവാൻ വേണ്ടി എന്തു വേണം? ഭൗതികമായ ഒരു പ്രവൃത്തി കൊണ്ടും അത് കിട്ടാൻ പോണില്ല. അതുകൊണ്ട് തത്വവിചാരം ചെയ്തുകൊണ്ടിരിക്കണം, മനസ്സിനെ പവിത്രമാക്കിക്കൊണ്ടിരിക്കണം. ആലോചിച്ച് നിങ്ങൾ ആകാശത്തിനെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ, കുറേ നേരം ധ്യാനിക്കൂ. അപ്പോൾ നിങ്ങളുടെ മനസ്സ് ആകാശം പോലെ ആയിത്തീരും. മനസ്സിനൊരു വ്യവസ്ഥയുണ്ട്. എന്താണ്? യാ മതിഹി സാ ഗതിർഭവേത്. മനസ്സുകൊണ്ട് നമ്മൾ എന്ത് മനനം ചെയ്തുവോ മനസ്സതായിത്തീരും. അപ്പോൾ ആകാശത്തിനെക്കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ആലോചിച്ചാൽ ആകാശം സർവ്വദിക്കിലും വ്യാപിച്ചിരിക്കുന്നതാ. നമുക്കും സർവ്വവ്യാപിത്വം അനുഭവപ്പെട്ടു തുടങ്ങും. ഞാൻ സർവ്വവ്യാപിയാണ് എന്ന് തോന്നും. അതാണല്ലോ വിവേക ചൂടാമണി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, ആകാശവല്ലേഭവിദൂരമോഹം. ആകാശത്തിനെ പോലെ നിർലിപ്തനാണ് ഞാൻ, പർവ്വതത്തെപ്പോലെ അചലനാണ് ഞാൻ, സമുദ്രത്തെപ്പോലെ കരയില്ലാത്ത വ്യാപിച്ചു കിടക്കുന്നവനാണ് ഞാൻ. ആകാശവല്ലേഭവിദൂരമോഹം ആദിത്യവത് ഭാസ്യവിലക്ഷണോഹം. ആദിത്യൻ വെളിച്ചം തരുമ്പോൾ ആദിത്യനെ കാണിച്ചു തരാൻ വേറെ ഒരു വെളിച്ചം ആവശ്യമില്ല. അതുപോലെ
ഈ ലോകത്ത് മുഴുവൻ കാണിച്ചു തരുന്നത് ഞാനാണ്. കേൾക്കുന്നുണ്ടോ കൂട്ടര് നിങ്ങൾ? ആരാ ഈ ലോകത്തിനെ കാണുന്നത്? ലോകം കാണുന്നുണ്ടോ നിങ്ങളെ? നിങ്ങളല്ലേ ലോകത്തിനെ കാണുന്നത്. ഈ കാണുന്നത് എവിടെ? ശരീരത്തിലോ ഉള്ളിലോ? ഉള്ളിൽ കാണുന്ന ലോകത്തിന് സ്ഥൂലത ഉണ്ടാവുമോ? ആയ് ഒന്ന് ആലോചിക്കുവപ്പാ. ഉള്ളിലല്ലേ പർവ്വതം കാണുന്നത്, മരം കാണുന്നത്. പർവ്വതം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ടാവുമോ? പക്ഷെ അനുഭവിക്കുന്നുണ്ടല്ലോ. ആരാ അനുഭവിപ്പിക്കുന്നത്? മനസ്സ്. അപ്പം മനസ്സ് എന്ന് പറയുന്ന മേഖലയിൽ പർവ്വതത്തെ പോലെ വലിയൊരു സാധനം ഉണ്ടാവില്ല. അപ്പം മനസ്സിൽ കാണുന്ന പർവ്വതം വാസ്തവത്തിൽ ഉണ്ടോ ഇല്ലേ? എന്താ മിണ്ടാതെ? ഇല്ല എന്ന് പറയേണ്ടി വരില്ലേ നിങ്ങൾ മനുഷ്യനാണെങ്കിൽ? എന്താ മിണ്ടാതെ? എന്താണോ പറ്റിയത് നിങ്ങൾക്ക്? ബുദ്ധിയില്ലേ? നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ കാണുന്നത് എവിടെയാ? ഉള്ളിലാണ്. നിങ്ങളുടെ ഉള്ളിൽ ആ കുട്ടി ഇറങ്ങി ചെന്നോ? ചെന്നില്ല. നിങ്ങളുടെ മനസ്സല്ലേ കുട്ടി ഉണ്ടെന്ന് പറയണത്. ആ മനസ്സിൽ സ്ഥൂല വസ്തുക്കൾ ഉണ്ടാവുമോ? ഇല്ല. അപ്പം ഈ കാണുന്നതും അനുഭവിക്കുന്നതുമായ സ്ഥൂല വസ്തുക്കൾ വാസ്തവമോ അതോ അവാസ്തവമോ? ഉറക്കെ പറയുന്നപ്പാ വാസ്തവമെന്ന്. ചങ്കൊന്നും ഇങ്ങോട്ട് വരുന്നില്ല അല്ലേ? മഹാഭാവം നോക്കൂ, എത്രയാ വലിപ്പം. വരുന്നില്ല. അവാസ്തവം. അതാണ് പറയണത്. ഈ ക്ഷേത വിഭ്രമമിതം മനസോ വിലാസം. ഭാഗവതത്തിൽ പറയാണ്, ഈ ക്ഷേത വിഭ്രമമിതം മനസോ വിലാസം. ഈ കാണുന്നത് മുഴുവൻ ഒരു ഭ്രമമാണ്, മനസ്സിൻ്റെ വിലാസമാണ്. വിലാസമാണ്. മനസ്സിലാണ് എല്ലാം. മനസ്സ് ശരീരത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ എല്ലാ അനുഭവം ഉള്ളനുഭവമാണ്. ഉള്ളനുഭവമാണ്. ആ ശരീരത്തിൻ്റെ ഉള്ളിലൊരു പർവ്വതമുണ്ടാവുമോ? വൃക്ഷമുണ്ടാവുമോ? പാറയുണ്ടാവുമോ? ഭൂമി ഉണ്ടാവുമോ? സമുദ്രമുണ്ടാവുമോ? ഇല്ല. ഇല്ല എന്ന് പറയുന്നപ്പാ. ഇതാണ് ഈ കാണുന്നത് മിഥ്യയാണ്, മായയാണെന്ന് പറയുന്നത്. ഇതാണ് ഇല്ലാത്തതിന് ഉണ്ടെന്ന് തോന്നിക്കുന്നതാണ് ഈ മായ. ആ മായ എന്ന് പറയുന്നത് ഒരു ശക്തിയാണ്. ആർക്കാ അതുള്ളത്? എല്ലാ ദിക്കിലും വ്യാപിച്ചു കിടക്കുന്ന ചൈതന്യ വിശേഷത്തിന് ആ ശക്തി ഉണ്ട്. ഇൻസ്ക്രൂട്ടബിൾ പവർ. നമുക്ക് നിർണയിക്കാൻ പറ്റാത്തൊരു ശക്തി. അതുകൊണ്ട് അത് എന്ത് ചെയ്യുന്നു? ഈ ക്ഷേത വിഭ്രമമിതം മനസോ വിലാസം. ആ മനസ്സിനെ കൊണ്ട് ഇതെല്ലാം അങ്ങോട്ട് ഉണ്ടാക്കി തീർക്കുന്നു. എത്ര നേരം? 16 മണിക്കൂർ. 24 മണിക്കൂറിൽ 16 മണിക്കൂർ. ആ 16 മണിക്കൂറാവുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ഉണർന്നിരിക്കുന്നവൻ്റെ കണ്ണ് മൂടി ഉറങ്ങുന്നു. പിന്നെ 8 മണിക്കൂർ കഴിഞ്ഞ് എഴുന്നേൽക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥ 2 ഉറക്കങ്ങൾക്ക് നടുവിലാണ്. കേൾക്കുന്നുണ്ടോ? ഉറക്കത്തിൽ നിന്നാണ് ഉണർവുണ്ടാവണത്. ഉറക്കത്തിൽ നിന്നുണ്ടായ ഉണർവ് എങ്ങനെയാണ് വാസ്തവാവുക? ഉറക്കം എന്താ? ഉറക്കത്തിൽ നിങ്ങൾ ആരുമല്ല, എവിടെയല്ല. അങ്ങനെ ഒരു സംഗതിയാണ് ഉറക്കം. അതിൽ നിന്നാണ് ഈ ഉണർവുണ്ടാവുന്നത്. ഈ ഉണർവ് അവസാനിക്കുന്നതും ഉറക്കത്തിലാണ്. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് തുടങ്ങി ഉറക്കത്തിൽ അവസാനിക്കുന്ന ഈ ഉണർവിന് എത്രത്തോളം അന്തസ്സാരുണ്ട് ഒന്ന് പറയുന്നപ്പാ. നിങ്ങളുടെ ബുദ്ധിയെ ഉപയോഗിക്കൂ. എന്തിനാ പഠിച്ചത്? എന്തിനാ മനുഷ്യനായിട്ട് ജനിച്ചത്? ആലോചിച്ചു നോക്കൂ. ഈ സത്യം അറിയാൻ. ഈ സത്യം അറിഞ്ഞാലോ അതിലേറെ ധന്യതയില്ല. എല്ലാം നമുക്ക് പരിപൂർണമായ സാഫല്യം, സംതൃപ്തി, സൗഭാഗ്യം, ഉള്ളിലെ നിറവ്, പൂർണ്ണത, അതുകൊണ്ടുണ്ടാവുന്ന ആനന്ദ നിർഭരത, ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അങ്ങനെ കിട്ടിയ ഒരാൾ പറയാണ്, അത് മൂത്ത് മൂത്ത് മുഴുകി മുഴുകി പോവുകയാണെങ്കിൽ എവിടം വരെ പോവാം? അതാണ് ഞാനിവിടെ പറഞ്ഞത്. എന്ത്? ദേഹം ജനശ്വരമവസ്ഥിതമുത്ഥിതം വാ സിദ്ധോ ന പശ്യതി യതോധ്യഗമത്സ്വരൂപം. ഈ ദേഹം ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അയാൾ അറിയില്ല അത്രേ. കള്ളു കുടിച്ച ഒരാൾ വസ്ത്രം എടുത്ത് നീങ്ങുന്നു, ഇടയ്ക്ക് ആ വസ്ത്രം അഴിഞ്ഞു പോകണം, അയാളത് അറിയില്ല.
ചിലപ്പോൾ അയാൾ തന്നെ അത് കയറ്റി കൊടുക്കും, ഇല്ലെങ്കിൽ അങ്ങനെ നടക്കും. വഴിയിൽ കൂടുന്ന വല്ലവരും അതെടുത്ത് കൊടുത്തും നഗ്നായി പോണത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞ്. പക്ഷെ ഈ ചങ്ങാതി ഇതൊന്നും അറിയണില്ല. അതുപോലെ മതിരോമദാന്ധ ശ്രീമദ് ഭാഗവതം പറയണതാ. ഞാൻ ഈ ശ്ലോകം വായിച്ചിട്ടാണ് സുലഭാദേവിക്ക് ജ്ഞാനാശ്രമത്തിൽ വെച്ച് സന്യാസം കൊടുത്തത്. അപ്പം ഞങ്ങളിവിടെ ഒരു സങ്കല്പത്തോടു കൂടിയാണ് ഈ സന്യാസം നടത്തിയത്. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഒരു വിരജാഹോമം നടത്തുന്നത് ഉചിതമാവില്ല എന്ന് മനസ്സിൽ തോന്നിയിട്ടാണ്. ആ സങ്കല്പത്തിൽ നിങ്ങൾ വായിച്ചു കേട്ടിട്ടുണ്ടാവുമല്ലോ. എൻ്റെ ജീവിതത്തിൽ ഇന്നതൊക്കെ നടന്നു, എൻ്റെ മനസ്സിൽ തത്വവിചാരമുണ്ടായി, ആ വിചാരം ഗാഠമായി, കൂടുതൽ അതിൽ പ്രവേശം കിട്ടി, ആശ്രമത്തിൽ പോകണമെന്ന് തോന്നി. അവിടെ ഞാൻ താമസിച്ചു, സ്വാമിജിയെയും മറ്റുള്ളവരെയും എല്ലാം പരിചയപ്പെട്ടു. അങ്ങനെ ഓരോ ദിവസം ചെല്ലുന്തോറും എൻ്റെ മനസ്സിന് പവിത്രതയും തത്വവിചാരവും എല്ലാം കൂടി എനിക്ക് മോക്ഷം മാത്രം വേണമെന്നുള്ള ഒരു നിലയായി തീർന്നു. അങ്ങനെ ഞാനിവിടെ വന്നു. സ്വാമിജി ഇപ്പോൾ ഞാൻ ഒന്നും ആവശ്യപ്പെടുന്നില്ല. എനിക്ക് സ്വാമിജിയെയും മറ്റ് 2 സന്യാസിനിമാരെയും ശുശ്രൂഷിക്കുക, അവർക്ക് വേണ്ട സേവനം ചെയ്യുക മാത്രമേ എൻ്റെ ഉദ്ദേശമുള്ളൂ, വേറെ ഒന്നുമില്ല എന്ന്. ഇങ്ങനെ പറയുന്ന ഒരാളെ എന്താ ഞാൻ പറയുക? നോക്കൂ, എല്ലാവർക്കും സന്യാസം ആശ്രമത്തിൽ വന്നിട്ട് അത് വേണം ഇത് വേണം എന്നാണ് തോന്നുക. പറക്കണം, ചാടണം, ഓടണം. ഇവിടെ പറയുന്ന ഒരാൾ എനിക്കൊന്നും വേണ്ടെന്ന്. അപ്പോൾ ആ മനസ്സിലെ ആഗ്രഹഹീനത എത്രത്തോളം എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നോട് വേറെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. ആയിരക്കണക്കിന് ജനങ്ങളോട് കൂടി ഞാൻ സമ്പർക്കം നടത്താറുണ്ട്. എനിക്കൊന്നും വേണ്ട. അപ്പോൾ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ടേ, ജ്ഞാനം ച മയി സന്യസേന്ന്, ജ്ഞാനത്തെയും നിങ്ങൾ എന്നിൽ സന്യസിക്കണം എന്നാണ് പറയണത്. അവസാനം സന്യാസം തന്നെ. നിങ്ങൾ വിചാരിക്കരുത് അത് ചുരുക്കം പേർക്കാണെന്ന്. എല്ലാവർക്കും ഉള്ളതാണ് സന്യാസം. 4 ആശ്രമമാണ് മനുഷ്യർക്ക്: ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. നിങ്ങളൊക്കെ ബ്രഹ്മചര്യം അനുഭവിച്ചവരാ, ഗാർഹസ്ഥ്യവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ബ്രഹ്മചര്യം വിട്ട് കല്യാണം കഴിച്ച് ഗാർഹസ്ഥ്യം സ്വീകരിക്കുന്നത് പോലെ ഗാർഹസ്ഥ്യത്തെ വിട്ട് വാനപ്രസ്ഥവും നിങ്ങൾ സ്വീകരിക്കണം. അവിടെയാണ് നിങ്ങളുടെ പരാജയം. മകൻ മൂത്തു, വയസ്സായി, കുടുംബം ഭരിക്കാൻ പറ്റുമെന്ന് കാണുമ്പോൾ, മോനെ ഇതാ ഈ കുടുംബം നീ വേണ്ടതുപോലെ നടത്തിക്കോ, എനിക്ക് വയസ്സായി, ഞാൻ പോയിട്ട് ഇനി അധ്യാത്മമായിട്ട് എൻ്റെ ഉള്ളിൽ സംതൃപ്തിക്ക് വേണ്ട വഴി നോക്കി ജീവിക്കാം, മോക്ഷമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ വാനപ്രസ്ഥനാവാൻ പോവാന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് നിങ്ങൾ പോവാത്ത? മടിയന്മാരെ, ബുദ്ധിഹീനരെ, എന്തുകൊണ്ട് നിങ്ങൾക്ക് മാറി നിന്നൂടാ? മകന് വീട്ടുഭാരം കൊടുത്തിട്ട് എന്തുകൊണ്ട് നിന്നൂടാന്ന് മറുപടി പറയുന്നു. വീട്ടിൽ തന്നെ കിടന്ന് മരിക്കണ, എന്നിട്ട് വല്ല ഓൾഡ് ഏജ് ഹോം ഉണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടോയെന്ന് നോക്കി പോവുക, തെണ്ടി നടക്കുക. ഇതാണോ നമ്മൾ ചെയ്യേണ്ടത്? വീട്ടിലിരുന്നു 10-15 കൊല്ലം ഇരുന്നു, സമ്മതിച്ചു, ആയിക്കോട്ടെ, എനിക്ക് വിരോധമില്ല. മകന് 25 വയസ്സാവുന്നത് വരെ ഇരുന്നോളൂ. അപ്പോൾ എത്രയുണ്ടാവും? ഒരു 45-50 വയസ്സൊക്കെ ആവും. ആ സമയത്തെങ്കിലും ഇനി ഞാൻ ഉൾവ്യക്തിത്വ സമ്പുഷ്ടിക്ക് വേണ്ടി പരിശ്രമിക്കാം. നമ്മുടെ ശാസ്ത്രങ്ങളിൽ എന്താ പറയുന്നത്? ശ്രീമദ് ഭാഗവതം എന്ത് പറയുന്നു? രാമായണം എന്ത് പറയുന്നു? മഹാഭാരതം എന്ത് പറയുന്നു? പ്രകരണ ഗ്രന്ഥങ്ങൾ എന്ത് പറയുന്നു? ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി മനസ്സിന് സമാധാനം ഉണ്ടാക്കി അതിനുവേണ്ടി മാത്രം സമയം ചെലവ് ചെയ്യുക. തത്വവിചാരം നടത്തുക. ഇടയ്ക്കിടയ്ക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ ഒരു ദിവസം കാലത്തും വൈകുന്നേരം ഓരോ മണിക്കൂർ ധ്യാനിക്കുക. അങ്ങനെയുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് നടത്തിക്കൂടെ? ഇത് ആർക്കും വേണ്ട. എൻ്റെ മക്കൾക്ക് പോലും ഇഷ്ടാവില്ല. അവർക്ക് നോക്കാൻ അവർക്കും വയസ്സായി പറ്റൂല. ഇങ്ങനെ നരകിച്ച് കഴിഞ്ഞുകൂടണോ ഈ വീട്ടിൽ? എനിക്ക് മനസ്സിലാവണില്ല. മനുഷ്യൻ്റെ ബുദ്ധി ഇതിനാ. നമുക്കൊരു ബുദ്ധി എന്നൊന്നുണ്ടല്ലോ. നമ്മുടെ അങ്കിരസ് മഹർഷിയുടെ അടുത്ത് ശൗനകൻ, വലിയ ഒരു ഗൃഹസ്ഥന, അവിടെ പോയി ചോദിച്ചു, യസ്മിന്നു ഭഗവോ വിജ്ഞാതേ സർവമിദം വിജ്ഞാതം ഭവതീതി. കസ്മിന്നു ഭഗവോ വിജ്ഞാതേ, എന്തറിഞ്ഞാലാണോ ഈ കാണുന്നത് അത്രയും അറിയപ്പെടുക എന്നൊരു ചോദ്യമാണ് ശൗനകൻ അങ്കിരസ മഹർഷിയുടെ മുമ്പിൽ മുണ്ടകോപനിഷത്തിൽ. എന്തറിഞ്ഞാലാണോ ഈ കാണപ്പെടുന്നത് മുഴുവനും അറിയുക എന്നൊരു ചോദ്യമാണ്. പറഞ്ഞു കൊടുത്തു.
പറഞ്ഞു കൊടുത്തു. തൻ്റെ ഉള്ളിലുള്ള ആ ഉള്ളുണർവ് എന്ന് പറയുന്ന സാന്നിധ്യമുണ്ടല്ലോ, അതിന് വേണ്ടതുപോലെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ബ്രഹ്മൈവേദമൃതം പുരസ്താദ് ബ്രഹ്മ പശ്ചാത് ബ്രഹ്മ ദക്ഷിണതശ്ചോത്തരേണ അധശ്ചോർധ്വം ച പ്രസൃതം ബ്രഹ്മൈവേദം വിശ്വമിദം വരിഷ്ഠം. ബാ ബാ ബാ. ഈ കാണുന്നത് മുഴുവനും പരബ്രഹ്മമാണ്, ബ്രഹ്മമാണിത്, അന്തിമ സത്യം, പരമാനന്ദ ഭരിതം നിർഭരം. പുരസ്താദ് ബ്രഹ്മ, മുമ്പിലും ബ്രഹ്മം തന്നെ, പശ്ചാത് ബ്രഹ്മ, പിന്നിലും അതെ, ദക്ഷിണതശ്ചോത്തരേണ, വലത്തും ഇടത്തും ബ്രഹ്മം തന്നെ, അധശ്ചോർധ്വം ച പ്രസൃതം, താഴത്തും മുകളിലും ബ്രഹ്മം തന്നെ, ബ്രഹ്മൈവേദം വിശ്വമിദം വരിഷ്ഠം. ഈ കാണുന്നത് മുഴുവനും വരിഷ്ഠമായിരിക്കുന്ന ബ്രഹ്മമാണെന്ന് എൻ്റെ കൂട്ടരെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് മനുഷ്യൻ്റെ ബുദ്ധി കേട്ട് ഗ്രഹിച്ച് തത്വവിചാരം ചെയ്ത് മനനം ചെയ്ത് മനസ്സിൻ്റെ അശുദ്ധികളെല്ലാം നീക്കി ബുദ്ധിക്ക് ആശയത്തെളിച്ചം വന്ന് തൻ്റെ ഉള്ളിൽ ഇടവിടാതെ അനുഭവിക്കേണ്ടതാണ്. അതിന് സാധിക്കും. അതിന് പറ്റിയതാണ് മനുഷ്യജന്മം. ആനയ്ക്ക് പറ്റില്ല, കുതിരയ്ക്ക് പറ്റില്ല, കണ്ടാമൃഗത്തിന് പറ്റില്ല, തിമിംഗലത്തിനും പറ്റില്ല. ഈ അല്പം വണ്ണവും കുറച്ച് ഉയരവുമുള്ള മനുഷ്യജന്മത്തിന് മാത്രമേ പറ്റുള്ളൂ. ഇത് വേറെ ആർക്കും പറ്റില്ല. അപ്പോൾ ഇന്നിവിടെ നടന്ന ചടങ്ങുണ്ടല്ലോ, ആ ചടങ്ങിന് എത്ര മുഖങ്ങളാണെന്നറിയോ നിങ്ങൾക്ക്? അത് നമ്മളെ എവിടേക്ക് കൊണ്ടുപോയി? ഏത് കാലത്താണോ പ്രീ ഹിസ്റ്റോറിക്, ചരിത്രം തുടങ്ങുന്നതിന് മുൻപ് ഉള്ള കാലം മുതൽക്ക് നമ്മുടെ വേദചിന്തകന്മാർ കണ്ടെത്തി പ്രഖ്യാപിച്ച് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ച് കൊണ്ടുവന്ന് ഇന്നേ വരെ സൂക്ഷിച്ചു പോന്നിട്ടുള്ള വിശേഷപ്പെട്ട ഒരു പൈതൃക സമ്പത്താണിത്. ആ സമ്പത്തിലാണ് പറയുന്നത്, തപശ്രദ്ധേയേ ഹ്യുപവസന്ത്യരണ്യേ ശാന്താ വിദ്വാംസോ ഭൈക്ഷ്യചര്യാം ചരന്തഃ. തപസ്സും ശ്രദ്ധയും. ഒരു സന്യാസിയുടെ ജീവിതം തപസ്സാണ്, തപോമയമാണ്. പക്ഷേ ഇതാ ഞങ്ങളുടെ ഈ മാർഗത്തിൽപ്പെട്ട തപസ് എന്ത് തപസ്സാ? ജ്ഞാന തപസ്സാണത്. ഇവിടെ ഒരു ബിംബത്തിനെ പൂജിക്കണില്ല, ഒരു പൂവെടുത്തിടണ്ട, ഒരു പായസമുണ്ടാക്കി നിവേദിക്കണ്ട. നിങ്ങൾ ഒരിടത്ത് കണ്ണടച്ച് വാതിലും ജനാലയും അടച്ചിരുന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങിച്ചെല്ലുക. എന്താണ് എൻ്റെ ശരീരം എന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്? ആരാണ് ഈ ഞാൻ? ആരാണ് ഈ ഞാൻ? ഞാൻ എന്ന് പറയുമ്പോൾ എനിക്ക് അനുഭവം കൊണ്ടല്ലേ പറയണത്. അപ്പം ഞാൻ എൻ്റെ ഉള്ളിലുണ്ട് എന്നാൽ മനസ്സിലാവുന്നില്ല. ഈ പ്രതിസന്ധി മാറ്റി എനിക്ക് എന്നെ മനസ്സിലാക്കത്തക്ക വിധം ഒരു നില വരണം എന്ന് വിചാരിച്ച് പരിശ്രമിക്കുക. അതിന് പൂർണ്ണസമയ പ്രവർത്തനത്തിന് വഴി നൽകുന്നതാണ് ഈ സന്യാസം. അങ്ങനെ അതിപവിത്രം, എല്ലാവരും ലക്ഷ്യമാക്കേണ്ടതായ വിശേഷപ്പെട്ട ഒരാശ്രമമാണ് ഈ സന്യാസാശ്രമം. അതിലേക്കാണ് ഇന്ന് ഒരാൾ പ്രവേശിച്ചത്. ഇങ്ങനെ ഒരാൾ പ്രവേശിക്കുമ്പോൾ ഞാൻ പറയുകയാണ്, ലോകം തന്നെ ചിരിച്ച് മകിഴേണ്ടതാണ്. അത്ര വിശേഷപ്പെട്ടതാണ്. ഈ ബുദ്ധി ആർക്കും തോന്നില്ലല്ലോ സാധാരണ. എൻ്റെ ജീവിതത്തിൽ ഞാൻ വലിയ ഭാഗ്യവാനാണ്. എന്നോളം ഭാഗ്യം ആർക്കും ഇല്ല. എന്താ കാരണം എന്നറിയോ? കൽക്കത്തയിൽ നിന്ന് ഞാൻ എഴുതിക്കൊണ്ടിരുന്നു കുടുംബാംഗങ്ങൾക്ക്, ഞങ്ങൾ സന്യസിക്കും. ആദ്യം പറഞ്ഞു 4 കൊല്ലം 5 കൊല്ലം, പിന്നെ അത് ചുരുക്കി കൊണ്ടുവന്നു ഓരോ എഴുത്തിലും. അവസാനം പറഞ്ഞു എപ്പോൾ വേണമെങ്കിൽ സന്യസിക്കുന്നു. അങ്ങനെ സന്യസിച്ചിട്ട് ഞാൻ ആദ്യം വന്നത് നമ്മുടെ കളം കൃഷിക്കാണ്. എന്താ അങ്ങോട്ട് പോണേന്ന് ചോദിച്ചു എൻ്റെ ചേട്ടൻ. അപ്പോൾ ഞാൻ അങ്ങോട്ടാ പോകാൻ പോണേ. സന്യാസം എടുത്ത് മകൻ എങ്ങനെയുണ്ടെന്ന് അച്ഛനമ്മമാരെ അറിയാനാണ്. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തു ചാടുന്ന ആളാണ്. സമുദ്രത്തിലേക്ക് ഒരു ചാട്ടം കൊടുക്കും. അങ്ങനെ കുടുംബത്തിലുള്ള ഒരൊറ്റ ആൾ ഇതിന് തടസ്സം നിന്നില്ല. നേരെ മറിച്ച് ഞങ്ങളുടെ ഗുരുവിനെ കൂട്ടിക്കൊണ്ടുവന്ന് എല്ലാവർക്കും ദീക്ഷ കൊടുത്തു, എല്ലാവരും മേടിച്ചു. എന്നിട്ട് ഞങ്ങളെ എല്ലാവരും സഹായിച്ച് വീടും കൃഷിയും ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് അതിനെ ഒരു ആശ്രമമാക്കി. അതിപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ കയ്യിലാണ്.
ഞാനാണ് അവസാനം ഇവിടെ വെച്ച് എഴുതി കൊടുത്തത്. ഇങ്ങനെ എല്ലാ കുടുംബത്തിലുള്ള എല്ലാവർക്കും അത് സമ്മതമായി. എൻ്റെ സഹോദരനും സഹോദരൻ്റെ പത്നിയും സന്യസിച്ചു, അച്ഛനും അമ്മയും സന്യസിച്ചിട്ടാണ് ശരീരം വിട്ടത്. നോക്കൂ, എത്ര നല്ല കാര്യമാണ്. ഇങ്ങനെയും ഉണ്ടൊരു വശം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പേടിച്ച് പിന്മാറേണ്ട ഒരു കാര്യമില്ല. ഇഷ്ടപ്പെട്ട് ആലിംഗനം ചെയ്യേണ്ട ഒരു വിഷയമാണത്. അതെല്ലാവരും നിങ്ങൾ മനസ്സിലാക്കും. ഞാൻ നിർത്താം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ.